പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എക്കാലവും പ്രവചനാതീതമായ തന്ത്രങ്ങളാലും സഖ്യങ്ങളാലും സമ്പന്നമാണ്. എന്നാൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ മേഖലയിലെ പരമ്പരാഗത കൂട്ടായ്മകളിൽ അഭൂതപൂർവമായ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തിയ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചതോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധക്കളമായി മാറിയത്. സ്വന്തം മണ്ണിലെ തന്ത്രപ്രധാനമായ എണ്ണ കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ആക്രമിക്കപ്പെട്ടപ്പോൾ ഇറാനെതിരെ ശക്തമായ ഒരു സംയുക്ത ഗൾഫ് സൈനിക സഖ്യം രൂപീകരിക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പരമാവധി ശ്രമിച്ചുവെന്ന പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ സൗദി അറേബ്യയും ഖത്തറും ഈ നീക്കത്തെ ശക്തമായി എതിർത്തതോടെ UAEയുടെ ഈ നയതന്ത്ര ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബ്ലൂംബർഗ് പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേവലം ഒരു സൈനിക വിയോജിപ്പ് മാത്രമല്ല, മറിച്ച് ഗൾഫ് മേഖലയിലെ രണ്ട് വൻ ശക്തികളായ സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ മത്സരത്തിന്റെ നേർചിത്രം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നത് UAEക്കായിരുന്നു. ഏപ്രിൽ 8-ന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏകദേശം 3000-ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ UAEക്ക് നേരെ തൊടുത്തുവിട്ടത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ആക്രമണങ്ങളും തടഞ്ഞു നിർത്തിയെങ്കിലും ഫുജൈറയിലെ പ്രശസ്തമായ എണ്ണ തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും പാർപ്പിട സമുച്ചയങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾ UAEയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. ലോകത്തിന്റെ ഇന്ധന വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിച്ചു. ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിലാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗവും സംയുക്ത സൈനിക നീക്കവും ആവശ്യപ്പെട്ടത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ഒന്നിച്ച് ഇറാനെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ UAE പ്രസിഡന്റ് ചരിത്രത്തെയാണ് കൂട്ടുപിടിച്ചത്. 1981-ൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന 6-അംഗ പ്രാദേശിക കൂട്ടായ്മ രൂപീകരിച്ചത് തന്നെ 1979-ലെ ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെയുണ്ടായ സുരക്ഷാ ഭീഷണികളെ നേരിടാനായിരുന്നു എന്ന് അദ്ദേഹം സഹപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ നേരിട്ട് കടന്നു കയറുമ്പോൾ നിശബ്ദമായിരിക്കുന്നത് വലിയ അപകടം ചെയ്യുമെന്നും ശക്തമായ ഒരു സൈനിക തിരിച്ചടിയിലൂടെ മാത്രമേ ഇറാന്റെ പ്രകോപനങ്ങളെ തടയാൻ സാധിക്കൂ എന്നും UAE വിശ്വസിച്ചു. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായും ഇസ്രയേലുമായും കൈകോർത്ത് ഒരു വലിയ സഖ്യത്തിനാണ് UAE പദ്ധതിയിട്ടത്. 2026-ലെ അബ്രഹാം കരാറിലൂടെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച UAEക്ക് ഇസ്രയേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ശക്തമായ പിന്തുണ ലഭിച്ചിരുന്നു. എന്നിട്ടും സ്വന്തം അയൽക്കാരായ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ ഇറാനെ നേരിടുക എന്നത് UAEക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. UAEയുടെ ശക്തമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ സൗദി അറേബ്യയും ഖത്തറും ഉയർത്തിയ മറുപടി തമിഴ്നാട്ടിലോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ കാണുന്ന പ്രാദേശിക രാഷ്ട്രീയ സഖ്യങ്ങളിലെ വിയോജിപ്പുകളേക്കാൾ കടുത്തതായിരുന്നു. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന നിലപാടാണ് പല ഗൾഫ് നേതാക്കളും സ്വീകരിച്ചത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി ഇറാനെതിരെ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന് മുതിരുന്നത് മേഖലയെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കുമെന്ന് സൗദി അറേബ്യ ഭയപ്പെട്ടു. UAEയുടെ നിലപാട് സംഘർഷങ്ങളെ വീണ്ടും വഷളാക്കുമെന്നും അതിനു പകരം പ്രതിരോധത്തിനും നയതന്ത്രത്തിനും ഊന്നിയുള്ള മിതമായ സമീപനമാണ് ആവശ്യമെന്നും റിയാദ് വാദിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ LNG പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ശതകോടികളുടെ നഷ്ടം ഖത്തറിന് സംഭവിച്ചിരുന്നു. തുടക്കത്തിൽ തിരിച്ചടിക്കാൻ ആലോചിച്ചെങ്കിലും ഇറാനുമായി കൂടുതൽ ശത്രുതയിലാകുന്നത് തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ ഖത്തറും നയതന്ത്ര ചർച്ചകളുടെ പാത സ്വീകരിച്ചു. കുവൈറ്റും ബഹ്റൈനും സൗദിയുടെ നിലപാടിനൊപ്പം നിന്നപ്പോൾ ഒമാൻ പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന നിഷ്പക്ഷത തുടർന്നു. സ്വന്തം രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന ഭയവും ഈ രാജ്യങ്ങളെ പിന്നോട്ട് വലിപ്പിച്ചു. സൗദി അറേബ്യ UAEയുടെ സൈനിക പദ്ധതികളിൽ നിന്ന് വിട്ടുനിന്നു എന്ന് മാത്രമല്ല, ഇറാനുമായി രഹസ്യ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിക്കൊണ്ട് വാഷിംഗ്ടണും ടെഹ്റാനുമായി ബന്ധപ്പെടാനാണ് സൗദി ശ്രമിച്ചത്. ഈ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തപ്പെട്ടത് UAE നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇതിന്റെ പ്രതിഫലനമെന്നോണം പാകിസ്ഥാന് നൽകിയിരുന്ന $3 ബില്യൺ വായ്പ നീട്ടി നൽകാൻ UAE ഏപ്രിലിൽ വിസമ്മതിച്ചു. എന്നാൽ ഈ അവസരം മുതലെടുത്ത സൗദി അറേബ്യ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രാദേശിക മേധാവിത്വം ഉറപ്പിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ UAE ഇറാനെതിരെ പരിമിതമായ ചില സൈനിക നീക്കങ്ങൾ നടത്തിയതായും അവ വിചാരിച്ചത്ര ഫലം കണ്ടില്ലെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം UAE നിഷേധിക്കുകയാണ് ചെയ്തത്. അത്തരമൊരു നീക്കമൊന്നും ഉണ്ടായില്ല എന്നാണ് UAEയുടെ ഔദ്യോഗികമായ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളെ തനിച്ചാക്കിയ സഖ്യകക്ഷികളോടുള്ള UAEയുടെ അമർഷം ഇതോടെ ഇരട്ടിയായി മാറുകയായിരുന്നു.
ഈ നയതന്ത്ര പരാജയവും അതൃപ്തിയുമാണ് ഏപ്രിൽ അവസാനത്തോടെ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ഒപെക് കൂട്ടായ്മയിൽ നിന്നും പുറത്തുപോകാൻ UAE പ്രേരിപ്പിച്ചത്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് കാർട്ടലിൽ നിന്നും മാറിയതിലൂടെ സ്വന്തം സാമ്പത്തിക സുരക്ഷാ നയങ്ങൾ സ്വതന്ത്രമായി നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് UAE നടത്തിയത്. GCC പോലെയുള്ള പ്രാദേശിക സംഘടനകളിലെ തങ്ങളുടെ പങ്കാളിത്തം പുനഃപരിശോധിക്കാനും അബുദാബി തീരുമാനിച്ചു. സൗദിയും UAEയും തമ്മിൽ യമനിലെയും സുഡാനിലെയും ആഭ്യന്തര യുദ്ധങ്ങളിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സുരക്ഷാ തർക്കത്തോടെ കൂടുതൽ വഷളായി. ഒരേ സമയം സാമ്പത്തിക വളർച്ചയും വിദേശ നിക്ഷേപവും ആഗ്രഹിക്കുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ സൈനിക നയങ്ങളെ ചൊല്ലിയുണ്ടായ ഭിന്നത പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ്. ഇറാനെതിരെയുള്ള സംയുക്ത നീക്കത്തിൽ നിന്നും സൗദി അറേബ്യയും ഖത്തറും പിന്മാറിയത് ഗൾഫ് മേഖലയിൽ ഒരു പുതിയ യാഥാർത്ഥ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. പാരമ്പര്യമായി നിലനിന്നിരുന്ന സുരക്ഷാ സഖ്യങ്ങൾ തകരുകയും ഓരോ രാജ്യവും സ്വന്തം നിലനിൽപ്പിനായി പുതിയ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. UAE ഇസ്രായേലിനോടും അമേരിക്കയോടും കൂടുതൽ അടുക്കുമ്പോൾ സൗദി നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാന്റെ ഭീഷണിയെ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഭിന്നതകൾ ആഗോള ഇന്ധന വിപണിയെയും ലോക സമാധാനത്തെയും വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്നത് വിദേശകാര്യ വിദഗ്ധർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ഈ ആഭ്യന്തര കലഹം ഇറാന് കൂടുതൽ തന്ത്രപരമായ മേധാവിത്വം നൽകാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒത്തുതീർപ്പുകൾ അനിവാര്യമാണെങ്കിലും മാറിയ ഈ അധികാര സമവാക്യങ്ങൾ മേഖലയെ കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.